ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പടവലങ്ങ തീയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പടവലങ്ങ തീയൽ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പടവലങ്ങ തീയൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ പടവലങ്ങ തീയൽ ഉണ്ടാക്കാനായിട്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട്. അധികം വലിയ പടവലങ്ങ അല്ല കേട്ടോ. ഇത് നന്നായിട്ട് തൊലി മാറ്റി കഴുകി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പടവലങ്ങ തോരനോ പടവലങ്ങ കറിക്കോ ഒന്നും കട്ട് ചെയ്യുന്ന പോലെയല്ല, കുറച്ചുകൂടി വലിപ്പത്തിലാണ് തീയലിന് കട്ട് ചെയ്യുക. സാധാരണ പടവലങ്ങയുടെ തൊലി നീക്കുന്ന പോലെ തന്നെ കത്തി ഉപയോഗിച്ച് ഒന്ന് തൊലി നീക്കിയെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്ത് വയ്ക്കാതിരുന്നത്. നമുക്ക് ആദ്യം പടവലങ്ങ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ നമ്മുടെ പടവലങ്ങ കഴുകി ക്ലീൻ ആക്കി ഉള്ളിലുള്ള സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പടവലങ്ങ നിങ്ങൾ ചോപ്പിംഗ് ബോർഡിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തോളൂ. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം കട്ട് ചെയ്യാണിത്. ഞാൻ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പടവലങ്ങ കട്ട് ചെയ്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തീയലിലാവുമ്പോൾ കഷ്ണങ്ങൾ വേണം, അതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ പടവലങ്ങ മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ, അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ പടവലങ്ങ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയ ചട്ടിയിൽ വയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ മതി. ഒരു വിസിലിന് കുക്കായി കിട്ടും. ഇതിപ്പോൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ തീയലിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ പടവലങ്ങയിലേക്ക് നമുക്കിനി ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 2-3 കാന്താരിമുളകും ചേർക്കാം. നിങ്ങൾക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഞാൻ കാന്താരിമുളക് ആയതുകൊണ്ടാണ് 2-3 എണ്ണം ചേർത്തത്. അധികം എരിവുള്ള കാന്താരിമുളകല്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പടവലങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തീയലാവുമ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. പിന്നെ നമ്മൾ അരപ്പിൽ വെള്ളമൊക്കെ ചേർത്ത് ഒഴിക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി ഇതെവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. നമ്മളിപ്പോൾ തേങ്ങ വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ മതി കേട്ടോ. ചെറിയ പടവലങ്ങ ആയതുകൊണ്ട് എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി നമുക്ക്. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും തേങ്ങ ഇടുന്നുള്ളൂ. ഒരു 1/2 കപ്പിലും താഴെയാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പില, ഒരു 3-4 ഇതിൽ കറിവേപ്പില ചേർക്കുക. ഇനി നമുക്കിത് തേങ്ങ ഒന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊടികൾ ചേർക്കുമ്പോഴേ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് കളർ മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ കഷ്ണങ്ങളിൽ പൊടി ചേർത്തതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമുക്ക് ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു കേട്ടോ. തേങ്ങ ഒന്ന് കുക്കായി ആ കളറൊന്ന് മാറി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിരുന്നു. തീയിലാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താലാണ് നമ്മുടെ തീയലിന് കാണാൻ ഭംഗി ഉണ്ടാവുക, അരപ്പിൻ്റെ കളറൊക്കെ കറക്റ്റ് ആവുക. അപ്പോൾ ഇനി ഈ ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഇത് കുക്കായിക്കോളും പൊടികൾ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ചൂടൊന്ന് മാറി വരട്ടെ, അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക നമ്മുടെ തേങ്ങ. അപ്പോൾ കരിഞ്ഞു പോവില്ല, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിതൊന്ന് ചൂട് മാറിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ പുളി ചേർക്കാം. പുളി ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുക്കാവണം. അപ്പോൾ നിങ്ങളുടെ പുളി അനുസരിച്ച് പുളി ചേർക്കാം കേട്ടോ. ഞാനൊരു ചെറിയ ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഞാനിത് ഈ പടവലങ്ങയിലേക്ക് ചേർക്കാണ്. ഇനി പടവലങ്ങയും പുളിയും ചേർന്നൊന്ന് കുക്കായി വരട്ടെ. നന്നായിട്ട് തിളച്ച് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പടവലങ്ങ പുളി ചേർത്ത് കഴിഞ്ഞ് കുക്കായി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഞാൻ
ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർത്തിട്ട് തേങ്ങ. ഞാനിപ്പോൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ എന്താ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അപ്പോൾ വെള്ളം കുറവാണ്, നമുക്ക് ഗ്രേവി കുറവാണ്. നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് ഈ അരപ്പൊക്കെ ഒന്ന് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വരണം. അതുവരെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ തീയൽ തിളച്ചു തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയി, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. നമ്മളിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയെ നമ്മൾ ചേർക്കുന്നുള്ളൂ, അധികം വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തീയലിൽ അത്യാവശ്യം എണ്ണയുണ്ട്, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ ഞാനൊരു 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ വറവ് റെഡിയാക്കിയത് നമ്മുടെ കറിയിലേക്ക് ചേർക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ തീയൽ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും പടവലങ്ങ ഉപയോഗിച്ചിട്ട് ഇതുപോലെ തീയൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു തീയൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.